ബഹുമാന്യനായ യോഗാധ്യക്ഷൻ സ്പീക്കറിനായ ശ്രീ എസ് ഹനീഫ റാവുത്തർ, നമ്മുടെ വേദിയിൽ നിന്ന് ജസ്റ്റ് വിട്ടുപോയ നമ്മളെല്ലാവരും രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ, എല്ലാവരും മഹത് വ്യക്തിത്വങ്ങളാണ്. പക്ഷെ രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വളരെ പ്രൗഢഗംഭീരമാണ് ഇന്നത്തെ സദസ്സ്. അതൊന്ന് വിജയാനന്ദ് സാറാണ്. വിജയാനന്ദ് സാർ എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യനാണ്. ഇല്ലേ, അദ്ദേഹത്തെ മിസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന ആ ഉദ്യോഗസ്ഥന്റെ ധർമ്മം മാത്രം നിർവഹിച്ചു പോകുമ്പോൾ അതിനകത്ത് ജീവിതങ്ങളെ അങ്ങേയറ്റം ആഴത്തിൽ പരിഗണിച്ച് ഒച്ചയും ബഹളവും ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് ഒക്കുന്നത് ചെയ്ത് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു മഹാമനുഷ്യനാണ് വിജയാനന്ദ് സാറ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ്. രണ്ടാമത്തത്, എല്ലാവരും രാജഗോപാൽ സാറിനെ ഗുരു എന്ന് പറയും. ഞാൻ സത്യം പറഞ്ഞാൽ സാറിനെ ഗുരു എന്ന് പറയൂലായിരുന്നു. ഗുരു ശ്രേഷ്ഠൻ എന്നും പറയൂല. സാറിനെ ഞാൻ ആചാര്യൻ എന്ന് പറയും. കാരണം ഗുരുവും ആചാര്യനും തമ്മിലുള്ള അർത്ഥം മനസ്സിലാവുന്നവർക്കേ ഈ പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ പ്രായോഗിക തലത്തിൽ അവനവന്റെ ജീവിതത്തിലെങ്കിലും പ്രാവർത്തികമാക്കുന്നവനാണ് പ്രിയങ്കരനായ എന്റെ ഏറ്റവും അഭിനവ ഗുരുശ്രേഷ്ഠൻ ആചാര്യൻ പ്രൊഫസർ രാജഗോപാൽ സാറിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന്റെ പ്രണാമം. സാർ, അങ്ങ് എനിക്കും അസോസിയേഷൻ ഉണ്ട്. ഈ വിഷയം ആരെങ്കിലും ഏറ്റെടുക്കുന്നെങ്കിൽ, നമ്മൾ ഈ പാലിയേറ്റീവ് കെയറില് അല്ലെങ്കിൽ പൊതുവെ ചികിത്സാ രംഗത്ത് പറയും, ആണുങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഏത് ഗൗരവമായ കാര്യങ്ങൾ പറയാൻ. അപ്പൊ ചില അമ്മമാർ വന്നിട്ട് പറയും ഞാൻ തന്നെയാണ് പറഞ്ഞു എന്ന് പറയാറുണ്ട്. മനസ്സിലായി? അതേപോലെ സാറേ, ഈ മുതിർന്നവരുടെ ഒരുപാട് വേദികളിൽ, കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഒരുപാട് വേദികളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതില് നല്ല ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഉള്ളവരാണ് കേട്ടോ. അതായത് പറയുന്ന കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ പറയാനും ആ പറയുന്ന കാര്യങ്ങൾ കൊടി ഇവിടെ എവിടെയോ ഒക്കെ തെളിഞ്ഞിട്ടുണ്ട്. സാർ ഇത് മുന്നോട്ട് തന്നെ പോകും. അതിനിടയ്ക്ക് സാർ വെച്ച പ്രായോഗിക സജഷൻ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അത് അടുത്ത പടി തീർച്ചയായും നിങ്ങൾ തുടങ്ങുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഇനി ഞാൻ വളരെ, കാരണം ഈ ഒരു വിഷയത്തിൽ പ്രതികരണമാണ് എന്റെ തന്നിരിക്കുന്ന ചുമതല. ടോപ്പിക്കിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇനി കുഴപ്പമില്ല. അപ്പൊ ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ പ്രിയരെ, ആ അക്ഷരാർത്ഥത്തെ അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാൻ പറ്റാത്തവരല്ല കേട്ടോ. ഓക്കെ, ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ മരിക്കുമ്പോൾ മാത്രം ഉള്ളതല്ല, മരണം വരെ ജീവിക്കുമ്പോൾ ഉള്ളത് കൂടിയാണെന്നും അതിനുവേണ്ടി നിലനിൽക്കാൻ, അതായത് അതിനുവേണ്ടി ഒരു അഭിപ്രായം പറഞ്ഞാൽ മകനോ മരുമകളോ മറ്റൊരാളെന്തെങ്കിലും പറഞ്ഞാലും അതിനുവേണ്ടി ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് നമ്മൾ പതുക്കെ കൂട്ടിക്കൊണ്ടുവരുന്നു. തന്റെ ജീവിതത്തെക്കുറിച്ച് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്. തന്റെ ജീവിതത്തെക്കുറിച്ച്, തന്റെ മരണത്തെക്കുറിച്ചും സാർ ചോദിച്ചില്ലേ കൈവക്കാൻ. ഇവിടെ ഇരിക്കുന്ന ബാക്കി പലർക്കും കൈവക്കണമെന്നുണ്ട്. പക്ഷെ എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല. ഇനി അത് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയും പ്രിയരെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം വരും. ഈ തീരുമാനമൊക്കെ ഞാൻ എടുത്താൽ ശരിയാവും. അവിടെയാണ് ഈ സൂപ്രണ്ടുമാരുടെ ജനനം. സൂപ്രണ്ട് വെച്ചാൽ കല്യാണത്തിനൊരു സൂപ്രണ്ട്, ആശുപത്രിയിൽ മറ്റേ ഒഫീഷ്യൽ സൂപ്രണ്ട് അല്ല. അതായത് എന്റെ അമ്മായി അച്ഛൻ സാറാണ് നോക്കിയത് അവസാന കാലഘട്ടം. എന്റെ അമ്മായി അച്ഛനെ ഞാൻ മര്യാദയ്ക്ക് പാലിയേറ്റീവ് കെയർ കൊടുത്ത് വീട്ടിൽ നിർത്തിയപ്പോൾ, നിങ്ങൾ ഡോക്ടർ പ്രശാന്ത് വെന്റിലേറ്റർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഭയങ്കര ലക്ഷക്കണക്കിന് പേര് കണ്ട ഒരു വീഡിയോ അവിടെ കാണും. അതെന്റെ ഫാദറിനെ കുറിച്ചാണ് ഞാൻ അവിടെ പരാമർശിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എല്ലാം കൊണ്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടെത്തിച്ച്, അദ്ദേഹത്തിന്റെ ഗ്രാമപ്രദേശത്തെ വീട്ടിൽ കൊണ്ടെത്തിച്ച് സ്വച്ഛന്തമായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൂപ്രണ്ട് അവിടെ അവതരിച്ചു. എന്നോട് മനസ്സിലായില്ലേ, എന്നെ കൺവേർട്ട് ചെയ്യുന്ന സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ അതെ അവിടെ ഒന്ന് കൊണ്ടുപോകട്ടെ. എവിടെയെന്ന് മനസ്സിലായല്ലോ, തിരുവനന്തപുരത്ത് അവിടെ കൂടെ പോയാലേ ഇപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗംഗാര സാറിനെ കണ്ടാലേ ക്യാൻസറിന് തീരുമാനമാവും. പാവം ഗംഗാര സാറിന്റെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ സാറിന് വെളിയിലൊരു സീൽ വെച്ചിട്ടുണ്ട്, വെച്ചു കൊടുക്കണം. ഞാൻ നിങ്ങളെ കണ്ടേ. സാറിനെടുത്ത് എന്നിട്ട് നിങ്ങൾക്ക് ഒടുക്കത്തെ ഒരു ചോദ്യമുണ്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലേ ഭഗവാനെ? ഇനി പ്രശാന്ത് ജിവിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ അന്ന് ഉഗാണ്ടയിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ മരുന്നെടുത്ത് ഇങ്ങോട്ടേ വെക്കാം. പിന്നെ 7 ലക്ഷം രൂപ മാസം. ഞാൻ വലിയ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു വരി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ മരണത്തെക്കുറിച്ചും ചിന്തിക്കാനും അഭിപ്രായം പറയാനും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനും ഇനി കുറച്ചു കാലം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ആ അഭിപ്രായം മാറ്റണമെന്ന്
തോന്നിയാൽ മാറ്റാനും അതിലുറച്ചു നിൽക്കാനുമുള്ള അവകാശവും ഉത്തരവാദിത്വവും ഇവിടെ ഇരിക്കുന്നതെന്നല്ല ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ ആദ്യം ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പോ ഇനി അതിനാകെ ചെയ്യേണ്ട സാധനം എന്താണെന്നറിയാം, ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ഈ ശ്രദ്ധ അയ്യോ ചിലരൊക്കെ ചോദിക്കും, പ്രശാന്ത് നമ്മൾ സംസാരിക്കുന്നവരോടൊക്കെ ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, ഒപ്പം നടക്കട്ടെ എന്ന്. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ കിട്ടിയോ? അതിന് നമ്മൾ ശ്രദ്ധയിൽ PhD എടുക്കാൻ കാത്തിരിക്കേണ്ട. ഇനി ജസ്റ്റിസ് വേഴ്സസ് റൈറ്റ്, അത് സൂപ്പറാണ്. ഈ ഗസറ്റഡ് ഓഫീസറുടെ സിവിൽ ബാധ്യതയെ കുറിച്ച് പറഞ്ഞു. ഞാൻ സത്യമായിട്ട് ഈ ബില്ല് കണ്ടപ്പോൾ ആദ്യം വോളണ്ടിയറെ വിളിച്ച് എന്റെ ഭാര്യ ഒരു ഗസറ്റഡ് ഓഫീസറാണ്, കമലേശ്വരം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലും. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കിട്ടിയില്ലെങ്കിൽ നേരെ മായ എന്നാണ് പേര്, ധൈര്യപൂർവ്വം ചെല്ലുക. നിങ്ങൾക്ക് ബിസിനസ്സും ഗസറ്റഡ് ഓഫീസറും ഒപ്പം ഒരു സിവിൽ ബാധ്യത ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളാം. പിടികിട്ടിയോ? ഈ ക്രിമിനൽ ബാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സിവിൽ കാരണം വെച്ചാൽ ഇത് മായ എന്ന് പറഞ്ഞൊരു പേര് ഞാൻ പറയുമ്പോൾ ഇവിടെ ഒരുപാട് മായമാരുടെയും ശേഖരന്മാരുടെയും ഒക്കെ പേര് പറയാൻ നിങ്ങൾ ഓരോരുത്തരും ഈ വർക്കിംഗ് ഗ്രൂപ്പിന്റെ മറ്റൊരു ദൗത്യമാണ് ഈ ഗസറ്റഡ്. മറ്റൊരു ഗസറ്റഡ് ഓഫീസറടുത്ത് ചെല്ലുമ്പോൾ ഒരു 100 ചോദ്യങ്ങൾ തിരിച്ചു വന്നാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഗസറ്റഡൊക്കെ ആയിരുന്നവരാണ്. പക്ഷെ അനുഭവത്തിൽ ചെല്ലുമ്പോഴേ അറിയൂ. അപ്പൊ ഞാൻ അത് വോളണ്ടിയർ ചെയ്യുന്നു, പ്രതികരണം. ഇനി ഈ ഡോക്ടറുടെ തീരുമാനം, നോമിനികളുടെ സമ്മതം. സാർ, അതിനകത്ത് എനിക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം, സാറിന്റെ അടുത്തുള്ള ചോദ്യം ഇവിടെ ആരംഭിക്കുകയാണ്. അതായത് ഈ 3 പേര് പറഞ്ഞല്ലോ സാർ, ഞാൻ വളരെ ഇവരുടെ പക്ഷത്തു നിന്ന് ചോദിക്കാം. ഈ 3 പേരും ഞാനിതെല്ലാം എഴുതി വെച്ചിട്ട് ഈ 3 പേരെ ഞാൻ എങ്ങനെ അറിയിക്കും ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകുക? ചോദിച്ചത് നന്നായി വ്യക്തമാക്കണമല്ലോ. 3 പേരെ അറിയിച്ചാൽ പോരാ, കുത്തിയിരുന്നത് മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കിയാലേ പറ്റും. ഇത് മുഴുവൻ പരിപൂർണമായിട്ട് അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കിയ അല്ലെങ്കിൽ അയ്യോ പിന്നെ അതൊരു വലിയ പ്രശ്നം. ചോദ്യം ഇതാണ്, ഞാന് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുക, ഞാനൊരു അപകടത്തിൽപ്പെട്ടു, എന്നെ റിക്കവറി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്, എന്ത് ഇനി ജീവശവമായി ജീവിക്കാനേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ്. ഞാനിത് കണ്ടതാണ്. ഞങ്ങൾ വേദനയായി കഴിഞ്ഞ ഒരു മാസം മുമ്പേ നമ്മുടെ ഒരു പേഷ്യന്റിനെ സ്ഥിരം കൊണ്ടുവന്നിരുന്ന ഒരു മുതിർന്ന മനുഷ്യൻ പേഷ്യന്റിനെ കൊണ്ടുവരാൻ വരുന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ടു, വെന്റിലേറ്ററിൽ ആഴ്ചകൾ കിടന്നു, ആൾ മരിച്ചു. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അപകടത്തിൽപ്പെട്ടാൽ ഇങ്ങനത്തെ ഒരു ആശുപത്രിവാസത്തിലേക്ക് പോയാൽ എനിക്ക് വേണ്ടി ഒപ്പിട്ട 3 പേർ എങ്ങനെ അറിയും? അപ്പോ പ്രശാന്തിന് ഇതിന്റെ മറുപടി അറിയാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. വളരെ വ്യക്തം. അപ്പൊ ഈ ഫോമില് ഈ വ്യക്തിയുടെ ഇതിന്റെ ഒരു കോപ്പി അവിടെ കൊടുക്കണം, ജുഡീഷ്യൽ റെപ്രസെന്റേഷന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും പ്രധാനം എല്ലാവരുടെയും ഒരു ഫോൾഡറോ ഫയലോ എല്ലാം പഴയ ഡോക്ടറുടെ റിപ്പോർട്ടും റിസൾട്ടും ഒക്കെ എഴുതി വെച്ചത്, അതിനകത്തേക്ക് ഇതിന്റെ ഒരു കോപ്പി ഏറ്റവും മുമ്പിലിരിക്കണം. നമ്മളെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നവർ കയ്യിലെടുക്കുന്ന ഭയം അതിന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. ഇതില് ഈ വ്യക്തികളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും ഒക്കെ വരും. അപ്പൊ ഇനി അപ്പോഴും അയ്യോ അതിപ്പോ എവിടെ അന്വേഷിച്ച് നടക്കും എന്ന് അന്വേഷിച്ച് നടക്കാൻ വേണ്ടി വരാതെ ഇതിൽ വരും. ടെക്നിക്കലി ഇത് മുഴുവൻ സെൻട്രൽ റെപ്പോസിറ്ററിയിൽ ഉണ്ടാവും. ഇലക്ട്രോണിക് ആയിട്ട് ഏത് ആശുപത്രിക്കും ആക്സസ് ചെയ്യാൻ ഒക്കണം എന്നൊക്കെയാണ് വയ്പ്. അതൊന്നും ഇപ്പൊ ഉടനെയൊന്നും നടന്നു വരാൻ പോകുന്നില്ല. റെപ്പോസിറ്ററിയെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ, നമ്മുടെ ഫാമിലി ഈ 3 പേരുടെ ഈ കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. സാർ, ഒരു പ്രായോഗികമായ ഇതൊരു ആയതുകൊണ്ട്, ഒരു വർക്ക്ഷോപ്പ് പോലെ ആയതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മളിപ്പോ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഡിജി ലോക്കർ പോലുള്ള സംവിധാനം നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ഈ ഡിജി ലോക്കറിൽ ഒരു സംവിധാനം, അതായത് പൊതു സമൂഹം ശ്രദ്ധിക്കപ്പെടേണ്ട എന്റെ ചില ഡോക്യുമെന്റുകൾ എന്നൊരു സംവിധാനം ഡിജി ലോക്കറിൽ കൊണ്ടുവരാവുന്നേ ഉള്ളൂ. അപ്പൊ എപ്പോഴും സർക്കാർ സംവിധാനത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. അതിന്റെ ഒപ്പം ഒരു സൊല്യൂഷനും കൂടി പറയണം. ഒരു പക്ഷേ ഡിജി ലോക്കർ പോലുള്ള അക്സെപ്റ്റഡ് സംവിധാനത്തിൽ ഉണ്ടെങ്കിൽ ഈ ആശുപത്രിയിൽ എത്തുന്ന ആളിന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഇന്ന നമ്പറിൽ ഡിജി ലോക്കർ ചെക്ക് ചെയ്തു, ലിവിംഗ് ബില്ലില്ല, ലിവിംഗ് അന്ന് ആശുപത്രിയുടെ ബാധ്യതയാക്കി മാറ്റണം. അങ്ങനെയൊക്കെ ഒരു ചെക്കിങ്, അത് ഒരു നിർദ്ദേശമായി മുന്നോട്ട് വരും. ഇനി അടുത്ത സാർ, ഈ ആശുപത്രികളിൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ സാർ വിജയൻ സാർ ചോദിച്ചു RCCയിൽ ഇങ്ങനെ ഒരു സ്കീം ഉണ്ടോ എന്ന് ചോദിച്ചു. RCCയിലും NABH അസസ്മെന്റിന്റെ ഭാഗമായിട്ട് എൻഡ് ഓഫ് ലൈഫ് കെയറിന് വലിയൊരു SOP ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം വെച്ചാൽ ആ SOP പൊടിയടിച്ചിരിക്കുകയാണ്, അതിന് ഇപ്പുറത്തോട്ട് വരൂല. അപ്പൊ ഇവിടുത്തെ അപ്പോഴും എന്താണ് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു വിളി ഏത് പേഷ്യന്റ് മരിക്കാറാവും, പിന്നെ എല്ലാവരും കയറി നെഞ്ചി കയറും. അപ്പൊ ഈ ഒരു അവസ്ഥ, ഞാനിത് RCCയിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ എന്നാലും അത് ജാഗ്രത വേണം. പക്ഷെ പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ ഈ ഡോക്ടർമാർ, ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു പ്രവർത്തകനായതുകൊണ്ട് പറയല്ല, ഡോക്ടർമാരിൽ ഒരു പങ്ക്
ഇതിലേക്ക് മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാം? ഈ കൂടെ വന്നിരിക്കുന്ന ബന്ധുക്കള്, ഈ സൂപ്രണ്ടുമാർ സൂക്ഷിക്കണം. ഈ കൂടെ വന്നിരിക്കുന്ന ബന്ധുക്കൾ എന്ത് ചെയ്യുമെന്നറിയാം? എന്റെ ഡോക്ടറെ ചെയ്യാവുന്നത് ചെയ്യണമല്ലോ, ഇങ്ങനെയല്ല എന്ന് ഡോക്ടറെ നിരുത്സാഹപ്പെടുത്തുന്നവരുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളെ പോലുള്ള ചിന്തകരില്ലേ, വളരെ ഫ്രാങ്കായിട്ട് ക്ലിയറായി പറയണം എന്ത്, ഇത് ലിവിംഗ് വിൽ പ്രകാരം മുന്നോട്ട് പോകേണ്ടതാണ് എന്ന്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്നെങ്കിൽ. പ്രോബ്ലം എന്ന് വെച്ചാൽ RCCയിൽ ഏറ്റവും വിവാദമായ HIV കേസില്ലേ, അത് ചാനൽ ചർച്ചയിൽ വന്നപ്പോൾ ഒരു വക്കീല്, ആക്ച്വലി അതൊക്കെ വെറും വക്കീലെന്നോ ഡോക്ടറെന്നോ നമ്മളിവിടെ ആരും പക്ഷമൊന്നും പിടിക്കണ്ട, ഇത്ര സന്ധ്യയെ പോലെയുള്ള വളരെ സൂപ്പറായിട്ടുള്ള വക്കീലന്മാരുള്ള. അപ്പൊ ചിലര് വക്കീൽ ഭാഷയിൽ ഒന്ന് എന്നോട് ചോദിച്ചെന്നേ, നിങ്ങൾ അവരെ അമേരിക്കയ്ക്ക് റെഫർ ചെയ്തു, അതായത് ഇവിടെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വിദേശ ചികിത്സ പരിഗണിച്ചില്ല? ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു, അവർക്ക് അത് താങ്ങാനുള്ള നിവൃത്തിയില്ല. അത് താങ്ങാനുള്ള നിവൃത്തി തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പിന്നെ ഞാൻ എന്റെ നാടൻ സത്യനന്ദിക്കാർ ഭാഷയിൽ രണ്ടെണ്ണം തീർന്നു. അപ്പൊ പക്ഷെ അത് പറയാനുള്ള ചങ്കുറപ്പും തിരിച്ചു വരുന്ന നോട്ടീസുകളെയും നമ്മൾ നേരിടാൻ നമ്മളിങ്ങനെ അത്ര ഭീരുവാകുമെന്ന് വേണ്ട. ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ലിറ്ററസി അതെല്ലാം കഴിഞ്ഞു. സാർ, നമുക്ക് ഈ തീരുമാനമെടുക്കാൻ കഴിവുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇനി മരണശേഷം കോടതിയിൽ പോകാൻ പറ്റും. കാരണം ഞാനൊരു വിവാദ വിഷയം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാം. എനിക്ക് തിരുവനന്തപുരത്തുള്ള ഒരു അമ്മയെ അറിയാം. നമുക്ക് സ്വത്തുള്ളത് പ്രശ്നമാണ്, പെൻഷൻ ഉള്ളത് പ്രശ്നമാണ്. അറിയാമോ? 76,000 രൂപ മാസം പെൻഷൻ കിട്ടുന്ന ഒരു അമ്മ വർഷങ്ങളായി തിരുവനന്തപുരത്ത് നരകിക്കുന്നു. പക്ഷെ ഈ നരകം ആ അമ്മ അറിയുന്നില്ല എന്നുള്ള ഒരു സമാധാനം മാത്രമേ എനിക്കുള്ളൂ. കാരണം അവരെ മരിക്കാൻ വിടില്ല. എന്റെ അടുത്ത് അവസാനം ചോദിച്ചു, ഞാൻ പ്രാക്ടിക്കലായിട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് പറയുന്നത്. അതായത് ആ അമ്മയ്ക്ക് പെൻഷൻ ഉള്ളതുകൊണ്ട് ആ വീട്ടുകാർ വിട്ടുകൊടുക്കും. കാരണം മാസം തോറും പെൻഷൻ വരും. അപ്പൊ ഈ ലിവിംഗ് വിൽ അല്ലെങ്കിൽ അത്തരം സംവിധാനത്തിനെ പോലുള്ള ആളിരിക്കുമ്പോൾ ഞാൻ പറയാണ്, ഇതിലെ ഒരു സംഭവത്തിൽ അയാളുടെ റൈറ്റ് പ്രിസർവ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഒരു പൊതു കമ്മീഷന് ഇത്തരം സംവിധാനങ്ങളെ, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു വെജിറ്റേറിയൻ സ്റ്റേറ്റിലുള്ളവരെ സംവിധാനം, കാരണം ഇവരുടെ ആരുമില്ലാത്തവരുടെ ഉടമസ്ഥൻ സ്റ്റേറ്റാണ്. അതേപോലെ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഇങ്ങനെ കിടക്കുന്ന അവരുടെയും ഉടമസ്ഥൻ സ്വാഭാവികമായും സ്റ്റേറ്റാണ്. സ്റ്റേറ്റിന് ഇത് എൻക്വയറി ചെയ്യാനും അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനുമുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത് അടുത്ത ഒരു ചോദ്യം സാറേ, ആ പോയിന്റിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിക്കാം. ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരവസ്ഥ, അപ്പൊ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ, ഞാനും ആ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങൾ അതിനകത്ത് വരും. ഒന്ന്, ജീവൻ നിലനിർത്തുന്ന അവസ്ഥ, ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥ, പക്ഷെ ജീവൻ ശവമാണ്. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അറിഞ്ഞൂടാ പ്രിയരെ, ഇതിപ്പോ 10 ദിവസം കിടത്തിയാൽ ചിലപ്പോൾ 20 ദിവസം കിടന്ന ഒരാൾ പണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങളെ എങ്ങനെയാണ് സാർ പ്രായോഗിക തലത്തിൽ ഞാനൊരു മകനായി അല്ലെങ്കിൽ സഹോദരനായി നേരിടുക? അത് വരുന്ന ചോദ്യമാണ് സാധാരണ. അതായത് നമ്മളാരും ദൈവമല്ലല്ലോ, അത് ശരിയായി വരില്ല എന്നെന്താ ഉറപ്പ്? ഇത് അമേരിക്കയിൽ ഒരു കേസുണ്ടായി, 6 വർഷം ബോധമില്ലാതെ കിടന്നിട്ട് പിന്നീട് വന്നല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ നമുക്കെന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത്, എനിക്ക് അത്ഭുതങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് ഞാൻ കാത്തു കിടക്കാൻ തയ്യാറല്ല. കാരണം ഓരോ നിമിഷവും നരകിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് where return to reasonable quality of life is not likely. ഈ ലൈക്ലി പറയാൻ നോക്കൂ, നമുക്ക് സെർട്ടൻറ്റി ഇല്ല. അപ്പൊ ഈ അത്ഭുതമൊക്കെ സംഭവിച്ചേക്കാം. എത്രയോ അത്ഭുത രോഗശാന്തിയൊക്കെ നടത്തുന്നു, ആയിക്കോട്ടെ. പക്ഷെ എനിക്കിത് മതി. എനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് സാമാന്യം സുഖത്തോടെ വരാൻ സാമാന്യ സാധ്യതയില്ലെങ്കിൽ ഇതിങ്ങനെ മതി എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സാർ, രജനീകാന്തും ഇതുപോലെ കിടന്ന് അമേരിക്ക 3-4 മാസം കിടന്ന് അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. മാത്രമല്ല നമ്മളെ ബേബി ജോണ് ഇതുവരെ നീണ്ട നാൾ കിടന്ന് പിന്നെ ചികിത്സിച്ച് പിന്നീടാണ് മരിച്ചത്. രജനീകാന്ത് എന്ന് പറയുമ്പോൾ എനിക്കും എന്റെ സഹപ്രവർത്തകൻ ജോണിനും ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്കാരാണ്. ഞാൻ പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ, ഞാൻ മെക്കാനിക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഒരടുത്ത ബന്ധം കൂടെ എനിക്കുണ്ട്. KSRTCയിൽ തന്നെ കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഡോക്ടറായിട്ട് അഭിനയിച്ച ആള് KSRTCയിലെ കണ്ടക്ടറാണ്, കോട്ടയത്തുകാരനാണ്. വന്ന എന്നെ കണ്ടിച്ചേ പോകും.
പ്രശാന്ത് ഇത് വ്യക്തമാക്കാം. ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവാം. നമ്മളെങ്ങനെ തീരുമാനിക്കുന്നു? ഇതൊക്കെ ദൈവമല്ലേ. അത് ഇനി തിരിച്ചു വന്നാലോ? ഇത് നമ്മൾ ആലോചിച്ച് ഇപ്പോഴേ സംസാരിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് സാമാന്യ സാധ്യതയില്ലെങ്കിൽ എനിക്കത് പിന്നെ വേണ്ട, അനുഭവത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കില്ല. അത് പക്ഷെ ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രശാന്ത്, എന്നോട് ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ വെന്റിലേറ്ററോ എന്ത് വേണേ ചെയ്തോ, 24 തീയതി വരെ എനിക്ക് ജീവിച്ചിരിക്കണം. 24-ാം തീയതി എന്റെ മോൻ വരുള്ളൂ, അവൻ എന്നെ ജീവനോടെ കാണണം. അത് വ്യക്തിയുടെ താല്പര്യം, അത് ഞങ്ങൾ റെസ്പെക്ട് ചെയ്യും. പക്ഷെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടെ, ഇത് ഒരുപാട് തീരം ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയമാണ്. എന്നാലും ഞാൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് വഴിതരുന്നതെന്നുള്ളതുകൊണ്ട് മാത്രം നോക്കൂ. ഒന്ന്, ഈ പറയുന്ന വെന്റിലേറ്റർ വെച്ച്, കാരണം നമ്മളിതൊക്കെ പറയും, സാറേ മോൻ വരട്ടെ, മോള് വരട്ടെ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഈ ലോകത്തെ എത്ര വലിയ സംവിധാനം വെച്ചാലും ചിലപ്പോൾ അത്രയൊന്നും ഓടൂല കേട്ടോ. കാരണം ഈ അടുത്ത കാലത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും കൂടി വലിയൊരു പ്രശ്നം എനിക്ക് തന്നെ ഉള്ളൂ. കാരണം ഭാര്യയും മകനും പിണങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ അവരിണങ്ങി, മനസ്സിലായോ? ഇപ്പോഴേ ഇണങ്ങാൻ പറ്റും. പക്ഷെ ഞാൻ അപ്പൊ നമുക്ക് സാധ്യമായ കുറച്ച് മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിലങ്ങനെ നിന്നുകൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഒരു പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ്, ഈ പറഞ്ഞ വിഷയത്തിൽ ഈ പല സ്ഥലത്ത് ഞാൻ അദ്ദേഹത്തിനോടുള്ള ബഹുമാനൊക്കെ, രജനീകാന്തിനെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല, പക്ഷെ രജനീകാന്തിന്റെ മകളെ അറിയുന്ന എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ ഞാൻ ഒരു കാര്യമുണ്ട്, ഇത്തരം എല്ലാ വേദിയിലും വരുമ്പോൾ സ്വാഭാവിക അദ്ദേഹം മനസ്സോർന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കാതെ. പക്ഷെ ഞാൻ പറയാം, ഈ കേസ് അന്വേഷിക്കുന്നതിന്, ഈ രജനീകാന്തിന്റെ കേസ് അന്വേഷിച്ചിട്ട് കൃത്യമായ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നുള്ള സാധനം ഞാൻ നമ്മുടെ IMA സംവിധാനമോ ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ സാധനം വെച്ചാൽ, കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് അറിയണം. പക്ഷെ ഈ ജനറലി ഞാൻ എളുപ്പത്തിൽ എല്ലാവരോടും പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ ഈ കയറി വരുന്ന സ്ഥലം ചിലപ്പോൾ ഈ ചറക്കുന്ന ഈ പായലുള്ള സ്ഥലമുണ്ട്. അപ്പൊ വരുന്ന സംഘാടകൻ പറയും, ആ ഡോക്ടറെ അവിടെ ഇത്തിരി പായലാണ്, നമുക്ക് അതുവഴി പോയാലോ? അല്ല, ഞാൻ മറ്റേ RCCയിലെ ആറമാണ്, മറ്റേതാണ്, മറിച്ചാണ്, ഈ പായലൊന്നും ഞാൻ വീഴില്ല എന്ന് പറഞ്ഞ് അടി കയറി വന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? പറ. പായലുണ്ടെങ്കിൽ ചറക്കും, ചറക്കിയാൽ വീഴും, ആരായാലും വീഴും. അതുപോലെയാണ് സാധാരണഗതിയിൽ ഒരു സാമാന്യ ബോധ്യമുള്ളവൻ ഈ അവസ്ഥയിൽ ചികിത്സിച്ചാൽ ഇനി അങ്ങോട്ട് പോയാൽ ചെറു നരകമാണ് എന്ന് തോന്നിയാൽ അവിടെ അങ്ങ് നിർത്തുന്നത് തന്നെയാണ് പ്രായോഗികമായി. ഞാൻ വീണ്ടും സത്യൻ അന്തിക്കാടിനെ എടുത്ത് പറയാം, ഞാൻ നിർത്താനുള്ള സമയം എനിക്കായി. എന്തോ ലിവിംഗ് വില്ലിന് പ്രായപരിധിയില്ല സാറേ. ആരും എന്തോ സാറേ, കൊച്ചുകുട്ടികൾ ഇതേ അവസ്ഥയിൽപ്പെടുന്നവരുണ്ട് സാറേ. അല്ല, അതല്ല, ലിവിംഗ് വില്ല് ഒപ്പിടുന്നവര് 18 വയസ്സ്. പക്ഷേ ഈ ലിവിംഗ് വില്ലിൽ പെട്ട സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് സാർ പ്രായപരിധിയുണ്ടോ സാർ? വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാം ശരിയായി, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം ശരിയായിട്ട് ഇത് നടപ്പാക്കിയാൽ മതി എന്നൊന്ന് നോക്കരുത്. ഞാൻ രാജഗോപാൽ സാറിനെ വീണ്ടും കോട്ട് ചെയ്യാണ്. 2007 അദ്ദേഹം മോഹൻദാസ് പാലാട്ട് അല്ലേ സാർ? മോഹൻദാസ് പാലാട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഡോക്ടർ ഗായത്രി പാലാട്ടിന്റെ ബന്ധുവോ പരിചയമായ ബന്ധുവായ സ്ഥലത്ത് ഈ പാലിയേറ്റീവ് കെയർ നയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോയ 3 പേരിൽ ഒന്ന് സാറും ഞാനും ഗായത്രി പാലാട്ടുമാണ്. അവിടെ അന്ന് പോകുമ്പോൾ സാറിന്റെ ലാപ്ടോപ്പിലെടുത്ത് ഡോക്യുമെന്റുമായിട്ട് പോകുമ്പോ അന്ന് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരുപാട് ദുരിതം കണ്ട. അതായത് വഴി കൂടെ പോണവരൊക്കെ പിടിച്ചോണ്ട് പോകുന്നതും അതായത് മറ്റേ കട്ടിലും സംഭാവന നൽകുന്നത്, വീൽ ചെയർ കൊടുക്കുന്നതൊക്കെയാണ് പാലിയേറ്റീവ് കെയർ. മൂത്രത്തിന് ട്യൂബിടുന്നതാണ്. പക്ഷെ പാലിയേറ്റീവ് കെയർ എന്നത് ഇപ്പൊ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ചർച്ച ചെയ്തു, ബോർഡുണ്ട്, എന്തെങ്കിലുമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 2019 ആ പോളിസി റിവൈസ് ചെയ്തു. അതുകൊണ്ട് സീനിയർ സിറ്റിസൺ കൗൺസിൽ ഇതൊരു ലീഡ് ചെയ്തിട്ട് ഒരു കാര്യം കൂടെ ചെയ്യണം. മറ്റ് സമാന മുതിർന്നവരുടെ സംഘടനകളില്ലേ, അവരുമായി ചേർന്ന് ഒരു കോർ കമ്മിറ്റി നടപ്പാക്കിയിട്ട് ഇവിടുത്തെ വിജയം അപ്പുറത്തേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലീഡർഷിപ്പ് കൂടി സീനിയർ സിറ്റിസൺ കൗൺസിൽ എടുക്കണം എന്നുകൂടി ഞാൻ പറയുന്നു. വളരെ പ്രാക്ടിക്കലായിട്ട് പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ശങ്കരാചാര്യ ചോദ്യത്തിനെ പോലെ നമ്മളെ ഈ പാർട്ടി ഇത് ഏറ്റെടുക്കുക. നിങ്ങൾക്കത് കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ ഒരു ബിഗ് സല്യൂട്ട്, അഭിവാദ്യം. ചോദിക്കാൻ വേറൊന്നുമല്ല, ഈ അള്ളാഹ്, മിശിഹ, ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഏതെങ്കിലും സാറിന് വിശ്വാസമുണ്ടോ ഇങ്ങനെ ഈ പറയുന്ന കാര്യത്തിൽ? ഏതെങ്കിലും സൂപ്പർ ചോദ്യമാണ് സാർ. ഞാൻ നിർത്തിപ്പോയെങ്കിലും ഞാൻ ഒരു വരി പറയാം. ഈ അള്ളാഹും മിശിഹയും സാർ, അള്ളാഹ്, മിശിഹ, ഈശ്വരനൊക്കെ ഉണ്ടല്ലേ, ഞാനിതാ ചന്ദ്രകുടിയെ കടിച്ചിട്ടാണുള്ള മീനുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പം ഇതിലൊക്കെ ഈശ്വരനൊക്കെ ഇല്ലേ, അതിലെന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ? എന്റെ ചന്ദ്രകുടിക്ക് വലിയൊരു അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ ടാഗ് ചെയ്യുന്ന ആളാണ്. 2 കുറിയില്ലേ?
ഒന്ന് അച്ഛനും രണ്ട് അമ്മയുമാണ്. എപ്പോഴും എന്റെ അമ്മയും അച്ഛനെയും ഓർക്കാനുള്ള ഒരു വലിയ മാർഗവും കൂടിയാണ് എനിക്ക്. കാരണം വെച്ചാൽ വിഷ്ണുവും ദേവിയും എന്ന് പറഞ്ഞ് ഞാൻ എന്റെ അച്ഛനും അമ്മയും കരുതുന്നത് അങ്ങനെയാണ്. അത് വെറും കുട്ടികളാണ് ഞാൻ ഇടയ്ക്ക്. പക്ഷേ ഈ ഈശ്വരൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, സ്പിരിച്വാലിറ്റി ഇൻ പാലിയേറ്റീവ് കെയർ, ആധ്യാത്മികത അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം. പ്രിയരെ, സ്വർഗം അന്വേഷിച്ച് നടക്കുന്നവരോട് നമ്മൾ അഭിമാനത്തോടെ പറയും, എവിടെയാണ് സ്വർഗം? ഇവിടെ ഇവിടെ ഇനി നാളെ കിട്ടുമെന്ന് പറയുന്ന സ്ഥാനത്തിലല്ല. ഇനി ഈശ്വരൻ എന്ന് പറഞ്ഞാൽ രോഗമോ പ്രതിസന്ധിയോ വരാതിരിക്കലോ മരണം വരാതിരിക്കലോ അല്ല ഈശ്വരാനുഗ്രഹം എന്ന് ഞാൻ ഇത്രയും കാലത്തെ നല്ല പണ്ഡിതരുമായും മതഗ്രന്ഥങ്ങൾ വിശദമായി പരിശോധിച്ചു, നന്നായി പഠിച്ചിട്ട് തന്നെ, അഹങ്കാരമല്ല, അത്യാവശ്യം ഇതുവരെ പഠിച്ചത് വെച്ച് പറയുകയാണ്. ഇനി കുട്ടിക്കൃഷ്ണമാരാരുടെ ഒരു പുസ്തകമുണ്ട്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കഴിഞ്ഞാൽ ഏറ്റവും നന്നായി കമ്മ്യൂണിസം പറയുന്ന പുസ്തകമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനമാണ്. ആ ഭാരത പര്യടനം ബുക്കെടുത്ത് വെച്ച് വായിച്ചാൽ അതിൽ ആദ്യത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം അറിയാം, ജനയും നരയും മരണവും ഒക്കെ ഉറപ്പാണെന്നിരിക്കെ നീ എങ്ങനെയെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ്. നിങ്ങൾ ആ വരിയെടുത്ത് വായിക്കണം. അപ്പൊ കുട്ടിക്കൃഷ്ണമാരാരുടെ ആ പുസ്തകത്തിൽ കമ്മ്യൂണിസമാണ് മറ്റേ ഇതാണ് സംസാരിക്കുന്നതെങ്കിൽ അതും കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറയാണ്, ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് രോഗമോ പ്രതിസന്ധിയോ മരണമോ വരാതിരിക്കലല്ല. ഇനി അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് രോഗമോ പ്രതിസന്ധിയോ മരണമോ ഒക്കെ വരുമ്പോൾ അതിനെ നേരിടാനുള്ള കരുത്തും സാഹചര്യവും ഉണ്ടാകലാണ് എന്ന് അടിവരയിട്ട് പറയുന്നു. ഇനി അങ്ങനെ ഒരു ഈശ്വരൻ ഇറങ്ങി വന്ന് മരണത്തെ മാറ്റിവെക്കാമെന്ന് ശാസ്ത്രമാണല്ലോ, തെളിവ് വരുന്നതനുസരിച്ചല്ലേ തള്ളാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നമുക്കൊരു ഭേദഗതി ആലോചിക്കാം. മരണത്തിനെ പറ്റി സാറ് പറഞ്ഞല്ലേ, സാറും പറഞ്ഞു. ഈ മരണത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചോണ്ടിരുന്നാലേ ഇന്നത്തെ ധീരുഭായി അംബാനിയും അനിൽ അംബാനിയും മുകേഷ് അംബാനിയും ഡാൽമ മക്ല ഗോയങ്ക ഇവരാരും ഇത്രയും ട്രില്യൺ കിടക്കുന്ന സ്വത്ത് സമ്പാദിക്കില്ല. നേരം വെളുത്ത നമ്മളെ മരണം പിടിക്കും. അതുകൊണ്ട് നമ്മളിത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു സൂപ്പർ കൈഡി കൊടുത്തേ, ഒരു സൂപ്പർ ഒരു മറുപടിയുണ്ട് സാർ, ഒരു സൂപ്പർ കൈഡി കൊടുക്കേ. എന്താ കാര്യം എന്നറിയാമോ? കാരണം നമ്മൾ ഈ ഭാഗവത സപ്താഹങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു പ്രവാചകൻ ഒരിക്കൽ പറയുന്നത് കേട്ടു, ഈ ചില അമ്മമാരൊക്കെ ചെന്നിട്ട് അച്ഛന്മാരൊക്കെ ചെന്ന് അമ്പലത്തിൽ ദേവീ സ്ഥാനത്ത് ചെന്നിട്ട് പറയും, ഭഗവാനെ എന്നെ എത്രയും വേഗം അങ്ങോട്ടൊന്ന് വിളിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അതിനൊരു കറക്ഷൻ മഹാഭാഗവതത്തിൽ തന്നെ ഉള്ള ഒരു കറക്ഷൻ എന്താണെന്നറിയോ? അങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ്. ഇനി നിങ്ങൾക്കൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഭഗവാനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കേട്ടോ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ ഈ ലോകത്ത് കഴിയുന്നത്ര കാലം സുഖമായി ആരോഗ്യത്തോടെ ഉണർവോടെ ജീവിച്ചിരിക്കാൻ അനുഗ്രഹിക്കണേ എന്നാണ്. അപ്പൊ നമ്മൾ സാറേ, ഞാൻ മറുപടി പറയുന്നു, മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കണമെന്നല്ല, മരണത്തെ അറിഞ്ഞിരിക്കുക. ഡെത്ത് ലിറ്ററസി എന്നാണ് രാജഗോപാൽ സാർ പറഞ്ഞത്. മരണത്തെ അറിഞ്ഞിരിക്കുകയും എന്നാൽ മരണം വരെ അന്തത്തോടെ ജീവിച്ചിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നയം. താങ്ക് യു.